നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി വിശ്വാസം വീണ്ടെടുക്കാൻ വീടുകൾ കയറിയിറങ്ങി ഇടതുമുന്നണി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ കിടക്കുന്ന നേതാക്കളുടെ കുറ്റം തെളിഞ്ഞാൽ പാർട്ടി നടപടിയുണ്ടാവുമെന്ന് നേതാക്കൾ ആവർത്തിച്ചു പറയുന്നു. ഗൃഹസന്ദർശനത്തിലും ജനങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു എന്നാണ് നേതാക്കളുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ തിരിച്ചടിയും ഭരണവിരുദ്ധ വികാരവും ഇല്ലെന്ന് പുറമേക്ക് പറയുന്ന പാർട്ടി ജനങ്ങളെ നേരിട്ട് സമീപിച്ച് വിശദീകരണം നൽകുകയാണ്. ഐഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ വൈകാരിക പ്രതികരണവുമായി ധനമന്ത്രിയും കൊട്ടാരക്കര MLAയുമായ KN ബാലഗോപാൽ. കുടുംബത്തിലെ ജ്യേഷ്ഠ സഹോദരി നമ്മളെ തകർക്കാൻ നിൽക്കുന്ന ആളുകളോടൊപ്പം ചേർന്നതിൽ അതീവ ദുഃഖമുണ്ടെന്നായിരുന്നു KN ബാലഗോപാലിന്റെ പ്രതികരണം. ഐഷ കോൺഗ്രസിൽ പോകാൻ പാടില്ലായിരുന്നു, തീരുമാനത്തിൽ പിന്നീട് ദുഃഖിക്കുമെന്നും KN ബാലഗോപാൽ പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിലെ SFI പ്രവർത്തകർക്ക് നേരെ KSU ആക്രമണം. കോളേജ് യൂണിയൻ അംഗവും SFI യൂണിറ്റ് സെക്രട്ടറിയുമായ ദേവപ്രസാദ്, പ്രസിഡന്റ് റുവൈസ്, SFI യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ ഭരത്, മിഥുൻ, വിഷ്ണു തുടങ്ങിയവർ തലയ്ക്ക് പരിക്കുപറ്റി ചികിത്സയിലാണ്. നാഷണൽ മൂട്ട് കോമ്പറ്റീഷനുള്ള ഒരുക്കങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതിനിടയിൽ വിറളി പൂണ്ട KSU ഗുണ്ടാ സംഘം കോളേജിന്റെ സമാധാനാന്തരീക്ഷം തകർക്കാൻ നടത്തുന്ന നീക്കത്തെ വിദ്യാർത്ഥികൾ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തുമെന്ന് SFI യൂണിറ്റ് കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. കേരളത്തിലെ SIRന് ശേഷമുള്ള അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് വൈകിയേക്കും. SIR കരട് പട്ടികയിൽ പേരില്ലാത്തവർക്ക് പരാതി ഉന്നയിക്കാനുള്ള സമയം നീട്ടി നൽകണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ഈ മാസം 22 വരെയായിരുന്നു ഇതിനുള്ള സമയപരിധി. പട്ടികയിൽ നിന്ന് ഒഴിവായവർക്ക് കൃത്യമായ വിവരം ലഭിക്കുന്നില്ലെന്ന് രാഷ്ട്രീയ പാർട്ടികൾ പരാതി ഉന്നയിച്ചതോടെയാണ് സുപ്രീംകോടതി നിർദ്ദേശം. 1-2 ആഴ്ച കൂടി നീട്ടുന്നത് പരിഗണിക്കാനാണ് കോടതി നിർദ്ദേശിച്ചത്. ഫെബ്രുവരി 21 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള നീക്കത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പരാതി കേൾക്കാനുള്ള സമയം നീട്ടിയാൽ അന്തിമ പട്ടിക വരുന്നതും വൈകിയേക്കും. വഴക്ക് തടയാനെത്തിയ അമ്മാവനെ യുവാവ് അമ്മിക്കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. കോഴിക്കോട് വടകര പുതുപ്പണത്താണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. പുതുപ്പണം സ്വദേശി പുതിയോട്ടിൽ സത്യനാഥനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ സത്യനാഥിന്റെ മരുമകനായ പുതിയോട്ടിൽ പ്രവീണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുടുംബ വഴക്കിനെ തുടർന്നാണ് ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു.